നമസ്കാരം. ചന്ദ്രനിൽ ആദ്യമായി മൊബൈൽ നെറ്റ്വർക്ക് വിക്ഷേപിക്കാനുള്ള ദൗത്യത്തിനായി നാസ തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെ ബഹിരാകാശ യാത്രയിൽ വലിയ വഴിത്തിരിവാകുന്ന ഒരു അധ്യായം കൂടി രചിക്കപ്പെടുകയാണ്. നോക്കിയ വികസിപ്പിച്ചെടുത്ത ലൂണാർ സർഫേസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അഥവാ LSCS എന്ന നെറ്റ്വർക്ക് വിന്യസിക്കുന്നതിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണക്ടിവിറ്റി സാധ്യമാക്കാനാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്. ഇൻഡ്യൂട്ടീവ് മെഷീൻസിന്റെ IM-2 ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു കാൽവെപ്പ് നോക്കിയയുമായി സഹകരിച്ച് നാസ നടത്തുന്നത്. നോക്കിയ വികസിപ്പിച്ചെടുത്ത നെറ്റ്വർക്കായ ലൂണാർ സർഫേസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഭൂമിയിൽ ഉപയോഗിക്കുന്ന അതേ സെല്ലുലാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണക്ടിവിറ്റി സാധ്യമാക്കാൻ സഹായിക്കും. ചന്ദ്രനിൽ ആരംഭിച്ച ചാന്ദ്ര മൊബൈൽ നെറ്റ്വർക്ക് വീഡിയോകളുടെ ഹൈ ഡെഫിനിഷൻ സ്ട്രീമിംഗ്, ടെലിമെട്രി വിവരങ്ങളുടെ കൈമാറ്റം, ചന്ദ്രദൗത്യങ്ങൾക്കായുള്ള വാഹനങ്ങൾക്കും ലാൻഡറുകൾക്കും ഇടയിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ ആശയവിനിമയങ്ങൾ എന്നിവ നിർവഹിക്കാൻ ഈ ശ്രമം ഗുണകരമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കിയ ബെൽ ലാബ് സൊല്യൂഷൻസ് റിസർച്ചിന്റെ പ്രസിഡന്റ് തിയറി ക്ലൈൻ പറയുന്നു, ആന്റിനയും പവർ സപ്ലൈയും ഒഴിവാക്കി സെല്ലുലാർ നെറ്റ്വർക്കിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ നെറ്റ്വർക്ക് ഇൻ എ ബോക്സ് ഇൻ സിസ്റ്റമാണ് നാസയും നോക്കിയയും വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇൻഡ്യൂട്ടീവ് മെഷീൻസ് മൈക്രോനോവ ഹോപ്പർ, ലൂണാർ ഔട്ട്പോസ്റ്റിന്റെ മൊബൈൽ ഓട്ടോണമസ് പ്രോസ്പെക്ടിംഗ് പ്ലാറ്റ്ഫോം റോഫർ എന്നീ 2 ചാന്ദ്ര മൊബിലിറ്റി വാഹനങ്ങൾ പുതിയ നെറ്റ്വർക്ക് വിന്യാസത്തിനായി അയക്കുന്നുണ്ട്. കൂടാതെ അഥീന ലാൻഡറിന്റെ സ്ഥാപിത നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്ന നോക്കിയയുടെ ഉപകരണ മൊഡ്യൂളുകളും ഈ വാഹനങ്ങളിൽ ഘടിപ്പിക്കും. അതേസമയം ചാന്ദ്രരാത്രിയിലാണ് പുതിയ നെറ്റ്വർക്ക് സംവിധാനം വിന്യസിക്കപ്പെടുക എന്നതിനാൽ ഈ ശൃംഖല കുറച്ചു ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ സാങ്കേതിക വിദ്യ ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. 2027ഓടെ മനുഷ്യരെ ചന്ദ്രനിലേക്ക് വീണ്ടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ ആർടെമിസ് പ്രോഗ്രാം വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിന് മുന്നോടിയായുള്ള സുപ്രധാന നാഴികക്കല്ലാണ് മൊബൈൽ നെറ്റ്വർക്കിന്റെ വിന്യാസം. പുതിയ പദ്ധതിക്കൊപ്പം ചന്ദ്രനിൽ സുസ്ഥിരമായ നെറ്റ്വർക്ക് സംവിധാനം വികസിപ്പിക്കാനും നോക്കിയ പദ്ധതിയിടുന്നുണ്ട്. ഇത് ചാന്ദ്ര ദൗത്യങ്ങൾക്ക് എന്ന പോലെ ബഹിരാകാശ ദൗത്യങ്ങളിലും ഏർപ്പെടുന്നവരുടെ സ്പേസ് സ്യൂട്ടുകളിൽ സെൽ ആശയവിനിമയം സംയോജിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഈ പദ്ധതി വലിയൊരു പ്രതീക്ഷയാണ്. നിലവിൽ നോക്കിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന് റേഡിയേഷൻ, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, ലോഞ്ച് വൈബ്രേഷനുകൾ എന്നിവയുൾപ്പെടെയുള്ള ബഹിരാകാശത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥകളെ നേരിടാൻ സാധിക്കും. ഭാവിയിലേക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നെറ്റ്വർക്ക് വിന്യാസങ്ങൾ ഫ്രീക്വൻസി ബാൻഡ് തിരഞ്ഞെടുക്കൽ, 4G, 5G നെറ്റ്വർക്ക് എന്നിവയുമായി സംയോജിപ്പിക്കൽ, വിപുലീകരിച്ച ചാന്ദ്ര ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ എന്നിവ പോലുള്ള നിയന്ത്രണ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ചുള്ളവയായിരിക്കും. നോക്കിയയുമായി ചേർന്നുള്ള മൊബൈൽ നെറ്റ്വർക്ക് വിന്യാസത്തിന് പുറമെ മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് റെഗോലി ഖനനത്തെക്കുറിച്ച് പഠിക്കാനായി പോളാർ റിസോഴ്സ് ഐസ് മൈനിങ് എക്സ്പെരിമെന്റ് 1 അഥവാ പ്രൈം 1ഉം നാസ വിന്യസിക്കുന്നുണ്ട്. ചന്ദ്രനിലെ വിഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഒപ്പം ഭാവി ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഏറെ നിർണായക ഘടകമായി തീരും ഈ പരീക്ഷണം. നോക്കിയ നാസയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ പദ്ധതി ഭാവി ദൗത്യങ്ങളിലും ഏറെ നിർണായകമാണ്. ബഹിരാകാശ യാത്രികർ തമ്മിലുള്ള ആശയവിനിമയം, ദൗത്യ നിയന്ത്രണം, പരസ്പര ആശയ കൈമാറ്റം എന്നിവ സാധ്യമാക്കുന്നതിന് അത് വഴിയൊരുക്കും. അതേസമയം നാസയുടെ ഈ പുതുകാൽവെപ്പിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നാഷണൽ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററിയിലെ ക്രിസ് ഡീപ്രി പോലുള്ള വിമർശകർ മൊബൈൽ നെറ്റ്വർക്കിന്റെ റേഡിയോ സിഗ്നലുകൾ നിലവിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിലവിൽ ഉപയോഗപ്പെടുത്തുന്ന ദൂരദർശിനികൾ അവ ചൂണ്ടിക്കാണിക്കുന്ന ദിശയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയതിനാൽ ചന്ദ്രനിൽ നിന്നുള്ള സിഗ്നലുകൾ പോലും പുതിയ ദൗത്യത്താൽ തടസ്സപ്പെട്ടേക്കാമെന്നും അത് രാത്രികാലങ്ങളിലെ ആകാശ നിരീക്ഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് വിമർശകർ ആരോപിക്കുന്നത്. റേഡിയോ സ്പെക്ട്രവുമായി ഓവർലാപ്പ് ചെയ്യുന്ന ഫ്രീക്വൻസികളാകും ഈ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്നത് എന്നതിനാലാണ് ഇവ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത്. ഇത്തരം വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ചന്ദ്രനിലെ ദീർഘകാല നെറ്റ്വർക്ക് വിന്യാസത്തെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ബദൽ ഫ്രീക്വൻസി ബാൻഡിന്റെ ആവശ്യകത നോക്കിയ കമ്പനി അംഗീകരിക്കുന്നുണ്ട്. ഭാവി വിന്യാസത്തിനായി നോക്കിയ ഇതിനകം തന്നെ നിരവധി കാൻഡിഡേറ്റ് ഫ്രീക്വൻസികൾ പര്യവേക്ഷണം ചെയ്തു വരികയാണെന്നാണ് കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.
ആഗോളതലത്തിൽ ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള വിവിധ ശ്രമങ്ങൾ പല രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യങ്ങളിലൂടെ കൂടുതൽ തവണ മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തുമ്പോൾ സെൽ നെറ്റ്വർക്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായി തീരും. ബഹിരാകാശത്തെ ആശയവിനിമയ സാങ്കേതിക വിദ്യയ്ക്കായുള്ള അന്വേഷണങ്ങൾ വികസിക്കുമ്പോൾ വർദ്ധിച്ച പര്യവേക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നാസ നോക്കിയയുമായി ചേർന്ന് നടത്തുന്ന ഈ പുതുകാൽവെപ്പ് ഒരു തുടക്കമായി തീരും. ഇത് ചന്ദ്രനിൽ മാത്രമല്ല ചൊവ്വ പോലുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്കും സുഗമമായി മനുഷ്യർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ചവിട്ടുപടിയായി മാറിയേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.